ഇനി നമുക്ക് ഇന്നത്തെ കുട്ടിത്താരമാരാണെന്ന് പരിശോധിക്കാം. ഇന്ന് 3 വിമാനത്താവളങ്ങളും 50 വിമാനത്താവളങ്ങളും ഒരു വീടുമുണ്ട് മലപ്പുറത്ത്. ഒരു 8ാം ക്ലാസ്സുകാരനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. AR നഗർ പുകയൂരിലെ അഷ്റഫ് സമീറ ദമ്പതികളുടെ മകൻ ഇഷാൻ ഷറഫാണ് തൻ്റെ വീട് വിമാനത്താവളമാക്കി വിസ്മയ കാഴ്ചയൊരുക്കിയിരിക്കുന്നത്. യഥാർത്ഥ വിമാനത്താവളത്തെ വെല്ലുന്നതാണ് 8ാം ക്ലാസ്സുകാരൻ ഇഷാൻ ഷറഫിന്റെ ഈ പുതിയ വിമാനത്താവളം. എല്ലാം നിർമ്മിച്ചത് A4 പേപ്പറിലാണ്. വിമാനത്താവളത്തിൽ എന്തെല്ലാം ഉണ്ടെന്നും വിശദമായി പറഞ്ഞു തരും ഇഷാൻ ഷറഫ്, അതും അതിന്റെ സാങ്കേതിക നാമത്തിൽ തന്നെ. ഇതാണ് അതിൻ്റെ റൺവേ, ഇത് അതിൻ്റെ ടാക്സി വേ, പിന്നെ ഇത് വിമാനങ്ങൾ നിർത്തിയിടുന്ന ഗേറ്റ്, ഇത് ആൾക്കാർ കയറുന്ന ജെറ്റ് വേ എന്ന് പറയും. പിന്നെ ഇതാണ് വണ്ടികളാണ് ആൾക്കാർ കയറാനൊക്കെ ഉള്ള. പിന്നെ ഇതൊക്കെ വിമാനങ്ങൾ. പിന്നെ ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് ആൾക്കാർ കയറാൻ ഇറങ്ങാനുള്ള. പിന്നെ ഇത് GSE റോഡ്, വണ്ടികൾ പോകാനുള്ള റോഡ്. അത് ടെർമിനലാണ്. ഇത് ലൈറ്റ് പോള്, അത് ATC ടവർ, പിന്നെ റഡാർ ടവർ. പിന്നെ ഇവിടെ കാർഗോൻ്റെ ടെർമിനലുണ്ട്, അതിൻ്റെ വിമാനങ്ങളും ഉണ്ട്. ഇത് ILS ബോക്സ്, ഇത് പാപ്പി ലൈറ്റ്സ്, ഇത് വിൻഡ് ഇൻഡിക്കേറ്റർ. രാത്രി ലാൻഡ് ചെയ്ത വിമാനങ്ങൾക്കുള്ള ലൈറ്റിംഗ് സംവിധാനം ഉൾപ്പെടെയുള്ളതാണ് ഇഷാൻ ഷറഫിന്റെ 2ാമത്തെ വിമാനത്താവളം. പൈലറ്റാകാൻ ആഗ്രഹമുള്ള ഇഷാൻ ഷറഫ് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് വിമാനങ്ങളും വിമാനത്താവളങ്ങളും നിർമ്മിക്കുന്നത്. ഓരോ വിമാനത്താവളങ്ങളുടെയും റൺവേയിൽ ഇറക്കാൻ കഴിയുന്ന വലിപ്പമുള്ള വിമാനങ്ങൾ മാത്രമേ ഈ കുഞ്ഞ് എഞ്ചിനീയർ നിർമ്മിക്കുകയുള്ളൂ. ഒരു വലിയൊരു വിമാനം ഉണ്ടാക്കാൻ വെക്കേഷനിൽ 2 ആഴ്ചയും സ്കൂളിലെ ദിവസങ്ങളിലൊക്കെ 1 മാസമൊക്കെ എടുക്കാറ്. പിന്നെ ഒരു എയർപോർട്ട് ഉണ്ടാക്കാനും വെക്കേഷനിലാണ് ആയാലും സ്കൂളിലെ ദിവസമൊക്കെ ആയാലും ഒരു 1-2 മാസങ്ങളൊക്കെ എടുക്കും. ചെറുതും വലുതുമായ 50ലധികം വിമാനങ്ങളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആഗ്രഹം പൈലറ്റാകുക എന്നത് മാത്രമാണ്. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇഷാൻ ഷറഫ്. എനിക്ക് പണ്ടേ തന്നെ ഒരു പൈലറ്റ് ആണെന്ന് ആയിരുന്നു ആഗ്രഹം. അപ്പോൾ ആ ഒരു പാഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വിമാനങ്ങൾ A4 കൊണ്ട് തന്നെ വിമാനങ്ങളും വിമാനം ലാൻഡ് ചെയ്യാനുള്ള വിമാനത്താവളങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. മൊബൈൽ ഫോണിൽ കളിക്കുന്നത് ഒഴിവാക്കാനാണ് കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് രക്ഷിതാക്കൾ പ്രോത്സാഹനം നൽകിയത്. ഇപ്പോഴത്തെ ഇഷാന്റെ എല്ലാ പ്രവൃത്തികൾക്കും പൈലറ്റാകാനുള്ള ആഗ്രഹത്തിനും വലിയ പിന്തുണയാണ് പിതാവ് അഷ്റഫ് നൽകുന്നത്. ചെറുപ്പം മുതലേ എല്ലാ കുട്ടികളെ പോലെ തന്നെ വിമാനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എയർപോർട്ട് പോലും. പിന്നെ ഞങ്ങൾ പുറത്തായിരുന്നുകൊണ്ട് അവർക്ക് യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കുറേശ്ശെ അവർ ചിത്രങ്ങളൊക്കെ വരക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇങ്ങനെ വിമാനം ഉണ്ടാക്കുന്നതിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആദ്യമൊന്നും സാധാരണ കുട്ടികൾ പോലെ നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നീട് അതിങ്ങനെ അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് ഏകദേശം ഇവന് സാധാരണ ഒരു ക്രേസ് അല്ല എന്ന് മനസ്സിലായി. 31K സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുമുണ്ട് വലിയപറമ്പ് സെൻട്രൽ സ്കൂളിലെ ഈ 8ാം ക്ലാസ്സുകാരന്. വിമാനങ്ങളെക്കുറിച്ചും വിമാനത്താവളത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ചാനലിൽ കൂടുതലും. എല്ലാത്തിനും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, പൈലറ്റ് ആകണം. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.